എല്ലാവർക്കും നമസ്കാരം. ശബരിമലയിൽ അവിടുത്തെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ പങ്കാളിത്തവും നേതൃത്വവും ഒന്നിനു പുറകെ ഒന്നായി വ്യക്തമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന മൗനവും നിസ്സംഗതയും അങ്ങേയറ്റം ദുരൂഹമാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം വീഴ്ചയല്ല. ഇതിനു പുറകിൽ ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം, ആ കാലഘട്ടത്തിൽ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ച മന്ത്രിമാരുടെ പങ്കാളിത്തം, ഇതിനെല്ലാം ഉപരി CPM-ന് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തല്ല AKG സെന്ററിലാണ് എന്ന് ഇപ്പൊ ബോധ്യമാവുകയാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടം മുതലേ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഈ വിഷയം ഉയർന്നു വന്നപ്പോ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രതികരണം അത് കേവലം ഉദ്യോഗസ്ഥ വീഴ്ചയാണ്, ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന് ദേവസ്വം ബോർഡിന് ആദ്യമായിട്ട് ക്ലീൻ ചിറ്റ് നൽകിയത് മുഖ്യമന്ത്രിയാണ്. അന്ന് തന്നെ അത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. SIT-യുടെ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പേ എന്തിനാണ് ദേവസ്വം ബോർഡിന് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്നത്. മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖാന്തരം CPM-ലേക്കും ആത്യന്തികമായി മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം എത്തുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആദ്യഘട്ടം മുതലേ SIT-യോട് അന്ന് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഇത് ചുമത്തി ഈ അന്വേഷണം അവസാനിപ്പിക്കാനായിരുന്നു SIT-യുടെ ഉദ്ദേശം. ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടാണ് SIT-ക്ക് അത് സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ആദ്യത്തെ വാർത്ത പുറത്തു വന്നു. അപ്പോ 2009 ശേഷം ശബരിമലയിൽ UDF-ന്റെയും LDF-ന്റെയും കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നിപ്പോ ബോധ്യമാവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോ വാസുവും പത്മകുമാറും അറസ്റ്റിലായി. ഈ വാസുവും പത്മകുമാറും സ്വമേധയാ ഈ തീരുമാനം എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുള്ളത് SIT-യുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, പത്മകുമാർ അധ്യക്ഷത വഹിച്ച ദേവസ്വം ബോർഡ് യോഗത്തിൽ ചെമ്പാണ്, ഈ സ്വർണപ്പാളികളല്ല, ഇത് ചെമ്പ് പാളികളാണ് എന്ന് രേഖപ്പെടുത്താൻ പത്മകുമാർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരു സാമാന്യ ലോജിക്കിൽ ഞങ്ങൾ ചോദിക്കുന്നത്, ശബരിമലയെ പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ ഇതുപോലെയുള്ള വിഷയത്തിൽ അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറാകുമോ? അതിന് മേലെയുള്ള ആരെങ്കിലും സഹായമില്ലാതെ പത്മകുമാർ തയ്യാറാകുമോ? പത്മകുമാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, ഞാൻ ഇതിലൊന്നും ഇടപെടാറില്ല, ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളൊന്നും ഇടപെടാറില്ല. പക്ഷേ 2018, 2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ എല്ലാ തീരുമാനങ്ങളും നാം പുറം ലോകം പറഞ്ഞത് ദേവസ്വം ബോർഡ് മന്ത്രിയിലൂടെയാണ്, ദേവസ്വം മന്ത്രിയിലൂടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം മന്ത്രിയാണ് പരിചയപ്പെടുത്തിയത് എന്ന് N. വാസുവിന്റെയും പത്മകുമാറിന്റെയും മൊഴിയിലുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ 2018, 2019 കാലഘട്ടത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ അവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല. അന്ന് ദേവസ്വം ബോർഡിന്റെ വക്താവിനെ പോലെ എല്ലാ ബോർഡ് മീറ്റിംഗിന്റെയും തീരുമാനം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സത്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ല, മന്ത്രിയായിരുന്നു.
അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം ഇടപെടുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ നിർണായകമായിട്ടുള്ള കാര്യം മാത്രം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കാളിത്തം SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് നമുക്കറിയില്ല. പത്മകുമാറിനെയും N വാസുവിനെയും അറസ്റ്റ് ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഏറ്റവും മിനിമം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും വേണ്ടതാണ്. ഇനിയും അത് വൈകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, ഈ കാര്യത്തിൽ ഇനിയും ഉന്നതരായിട്ടുള്ള ആളുകളിൽ പങ്കാളിത്തമുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. N വാസുവിന്റെ കൂടെ അന്ന് ദേവസ്വം ബോർഡ് മെമ്പർമാരായിട്ടുള്ള ആളുകൾ, അതൊരു പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് ശങ്കരദാസാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവാദം നടക്കുമ്പോൾ N വാസുവിന്റെ കൂടെ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിവാദപരമായിട്ടുള്ള പല പ്രസ്താവനകൾ നമുക്കൊന്ന് ഓർമ്മയുണ്ട്. അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും ഒക്കെ മുഖ്യമന്ത്രിയുടെ നാവായിരുന്നു, മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷന്മാരായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ SIT കടകംപള്ളി സുരേന്ദ്രനെയും VN വാസവനെയും ചോദ്യം ചെയ്യണം. അവരെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പങ്കാളിത്തം ഈ കാര്യത്തിൽ ബോധ്യമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് ദേവസ്വം ബോർഡ് സ്പോൺസർ ചെയ്തതല്ല, കേരളത്തിലെ CPM AK സെന്ററും സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വലിയ കൊള്ളയാണ്. ഇത് ഈ പ്രാവശ്യത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുകയാണ്. കോടിക്കണക്കിന് തീർത്ഥാടകന്മാർ ഓരോ വർഷവും വന്നു ചേരുന്ന ശബരിമലയിൽ അവിടുത്തെ ശ്രീകോവിൽ സംരക്ഷിക്കാൻ സാധിക്കാത്ത, ശ്രീകോവിലിന് മുമ്പിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കുന്ന ഒരു പാർട്ടിയെ കേരളത്തിലെ പ്രാദേശിക ഭരണസമിതികൾ എങ്ങനെ ഏൽപ്പിക്കും? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തസ്കര സംഘമായി CPM എന്ന് പറയുന്ന പാർട്ടി മാറുകയാണ്. ശബരിമല ശാസ്താവിന്റെ സ്വർണം മോഷ്ടിക്കാൻ മടിയില്ലാത്ത ഈ പാർട്ടിയും പാർട്ടി ഘടകങ്ങളും കേരളത്തിലെ ഖജനാവ് മോഷ്ടിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ശബരിമലയെ സംരക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് പഞ്ചായത്തും സംരക്ഷിക്കാൻ കഴിയില്ല എന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ തുറന്നു പറയും, അവതരിപ്പിക്കും. കേരളത്തിലെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ ഈ കാര്യത്തിലുള്ള അവരുടെ വേവലാതിയും അവരുടെ ആശങ്കകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിട്ട് തന്നെ മാറുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ജനം ഈ കാര്യത്തിൽ അത്യധികം കൺസേൺ ആണ്. പ്രത്യേകിച്ചും മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ശബരിമലയിൽ സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അവിടെ നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാർ ദർശനം നടത്താൻ കഴിയാതെ പമ്പയിൽ മാല ഊരി തിരിച്ചു പോവുകയാണ്. എത്രയോ വിഷ്വൽസ് നാം കണ്ടു. കേരളത്തിന് പുറത്തു വരുന്ന അയ്യപ്പന്മാർ സങ്കടം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞ് മാല പമ്പയിൽ ഊരി തിരിച്ചു പോകുന്ന ചിത്രങ്ങൾ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെയും ഇനിയാന്നൊക്കെ CPM-നെ നിങ്ങളെയാണ് കുറ്റപ്പെടുന്നത്, മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുന്നത്. ഇവര് സ്പോട്ട് ബുക്കിംഗ് അല്ലല്ലോ, നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്ത് വന്നിട്ടുള്ള ആളുകളെ നിങ്ങളെ ടൈം സ്ലോട്ട് കൊടുത്തത്. ശബരിമല സന്നിധാനത്തിന് ഉൾക്കൊള്ളാവുന്ന സംഖ്യ എത്രയാണ് എന്ന് ഇവർക്ക് അറിയില്ലേ? ആരാണ് പമ്പയിലേക്ക് ഇവരെ കടത്തിവിട്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുള്ള ധാരണയോ മുന്നൊരുക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ വഴിക്ക്, ദേവസ്വം ബോർഡിന്റെ വഴിക്ക്. കഴിഞ്ഞ ദിവസം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷമാപണമൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അയ്യപ്പ ഭക്തന്മാരോട് ക്ഷമാപണം ചോദിക്കാനല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിച്ചിരിക്കുന്നത്. മുന്നൊരുക്കം നേരത്തെ നടത്തിയില്ല, ശരി, സമ്മതിച്ചു. അതിനുശേഷം എന്ത് തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? ഇന്നലെയും മിനിയാന്നുമൊക്കെ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്.
അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമായിട്ടുള്ള വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ട്. സാധാരണ ശബരിമല അവലോകന യോഗങ്ങൾ കൃത്യമായി നടത്തേണ്ടതാണ്. എല്ലാ വകുപ്പ് മന്ത്രിമാരും ഇടപെട്ടുകൊണ്ട് നടത്തേണ്ടതാണ്. അങ്ങനെ ഒരു അവലോകന യോഗം ഇപ്രാവശ്യം നടന്നതായി നമ്മളേതായാലും കണ്ടിട്ടില്ല. കൊള്ളയടിച്ച് സ്വർണ്ണം പങ്കുവെക്കുന്നതിന്റെ തിരക്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയോടും ഉദ്യോഗസ്ഥന്മാരോടും ശബരിമലയിൽ ഇങ്ങനെ മണ്ഡലകാലമുണ്ട് എന്ന് മറന്നുപോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാലത്തിൽ ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് ആകസ്മികമായി ഉണ്ടായ വീഴ്ചയല്ല. ശബരിമലയിൽ ഈ പ്രാവശ്യം ഉണ്ടായത് ആകസ്മികമായ വീഴ്ചയല്ല, ആസൂത്രിതമായിട്ടുള്ള വീഴ്ചയാണ്. ആ ആസൂത്രിതമായിട്ടുള്ള വീഴ്ചയ്ക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കണം. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കാണ് ധാർമ്മികമായിട്ടുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ വാസവൻ മന്ത്രി രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹമാണ് ഇത് ഉത്തരവാദി. കാരണം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി ഈ മണ്ഡലമാസം ആരംഭിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് അവസാനിക്കുന്നത് എന്ന് ഈ മന്ത്രിക്ക് അറിയുന്നു. ഒരു സുപ്രഭാതത്തിൽ വന്നാലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ദേവസ്വം സമിതി പ്രസിഡന്റ് നേരത്തെ നിശ്ചയിക്കാമെന്നില്ലേ? എന്തിനാണ് ദേവസ്വം ഈ ശബരിമല ക്ഷേത്രത്തെ അനാഥമാക്കി വിട്ടത്? ഇവരെ ശ്രമം ഈ ദേവസ്വം ബോർഡ് നീട്ടിക്കൊടുക്കാനാണ്. അതിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് ആകസ്മികമായിട്ടുള്ള ഒരു വീഴ്ചയല്ല, ആസൂത്രിതമായിട്ടുള്ള വീഴ്ച. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ആ പരിശ്രമത്തിന് മന്ത്രി വാസവൻ ഉത്തരം പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കസ്റ്റഡിയിലേക്ക് അദ്ദേഹം ധാർമ്മികമായ അർഹതയില്ല. അദ്ദേഹം ആ പദവി രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. സന്തോഷം. ഈ തൃശൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. രണ്ടാം ഘട്ട പട്ടിക കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ആതിര അടക്കമുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായിരുന്നു. ഏത് ഘട്ടത്തിലാണ് അവർ മാറ്റേണ്ടത്? അവർക്ക് മത്സരിക്കാൻ പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് അവരെ മാറ്റി. അവർ മാറണമെന്ന് ആവശ്യപ്പെട്ടു, അവർ മാറി. പാർട്ടിക്കുള്ളിലെ വലിയ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വാർത്തകളെല്ലാം സത്യമാവണമെന്നില്ല. സത്യമുണ്ടോ വാർത്തകളുണ്ടല്ലോ. അല്ല, അവരോട് ഇരിക്കുന്നുണ്ടല്ലോ കടുത്തത്. നേരത്തെ അവർ പ്രായോഗികം പറഞ്ഞിരുന്നു. ആ പ്രായോഗിക പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. കാരണം അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ ബോഡിയിൽ മെമ്പറാണ്. പഞ്ചായത്ത് രാജ് വകുപ്പിന്റെ ഹിന്ദി ഭാഷാ സമിതിയുടെ ഒരു മെമ്പറാണ് അദ്ദേഹത്തിന്. അതിനൊരു പ്രോഗ്രാം, ഒരു വർക്ക്ഷോപ്പ് ഡൽഹിയിൽ നടക്കുകയാണ്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് പെർമിഷൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. പക്ഷേ അതൊരു പേപ്പർ സബ്മിറ്റ് ചെയ്ത വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ കൊടുക്കുന്നില്ല. ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കി, പെർമിഷന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോ മാറാതെ വേറെ വഴിയില്ല. ഒന്നുമില്ല. ഡിസംബർ 13 കഴിയുന്നത് മനസ്സിലാവും. ഞങ്ങൾക്കില്ലാത്ത ആശയം നിങ്ങൾക്ക് ഉണ്ടാക്കില്ലേ? ഓക്കെ, ശരി.